അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ബാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയമായിരുന്നു ബാസിയുടെ. അപ്പോൾ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആസ് എ പ്രൊഡ്യൂസർ ഇതൊരു പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിരുന്നു. അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിനെ അവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്ന പടം ചെയ്യാൻ പറ്റും. ബാസി ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഈ പടം വേറെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ബാസി പറഞ്ഞൊരു ഒരു ഭയങ്കര രസമുള്ള ആൻസർ ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന സമയത്ത് കുറച്ച് കൂട്ടുകാർ ഉണ്ടാവും. അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്ന് ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യം ഇട്ടു. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനമാണ് കേട്ട് പറയണ ബാസി ഉണ്ട് കേട്ടോ, അപ്പോഴേ നമ്മൾ ശരിയാണല്ലോ നമ്മുടെ കൂട്ടുകാരുണ്ട്. അപ്പോഴാണ് എനിക്ക് മറ്റേ ഇതാണ് എന്നെ ഒരു ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. കാരണം പരസ്പരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവര് റോയിൽ പോകുന്ന നേരത്തെ അല്ലെങ്കിൽ ഇവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധനം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിൻ്റെ ഓരോ ചില്ലുകൾ പോലെയാണ് ഓരോ ഫേസുകൾ മാറണം, ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പോൾ ഇവനെ വിളിക്കും, ഇതിപ്പോൾ മറ്റാളായോ, അപ്പോൾ എന്തായി ഇല്ല അയാൾ ഡേറ്റില്ല. കാരണം നമുക്ക് എല്ലാവരും കിട്ടണം, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം, പക്ഷെ ഡേറ്റില്ല. അങ്ങനെ തന്നെ പോയി ഏറ്റവും അവസാനം കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ബോയ്സിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസി തന്നെയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവനത് കറക്റ്റായിട്ട് അറിയാം ആ ഇമോഷണൽ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കൾ പറയുന്നത്.